എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ വിശ്രമമില്ലാത്ത നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേക അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അപ്പോൾ തന്നെ ആ അപ്ഡേറ്റുകൾ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പല വീഡിയോകളും ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴേ വന്നിരിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ്, സിറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബാഷർ അൽ അസാദിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ പേര് മാഹിർ എന്നാണ്. അദ്ദേഹം സിറിയൻ ആർമി സെക്യൂരിറ്റിയുടെ കമാൻഡറാണ്. അദ്ദേഹത്തെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്രകാരം അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് വലിയ ഒരു വിഷയമായിട്ട് തന്നെ ഇപ്പോഴേ ആകുവാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം സിറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബാഷർ അൽ അസാദിൻ്റെ ബ്രദറാണ്. അദ്ദേഹം ഇവിടെ അറിയുവാൻ സാധിച്ചത്, അദ്ദേഹം ഇറാൻ ഒഫീഷ്യലുമായിട്ട് എന്തോ ചർച്ചകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോഴേ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. വരും നിമിഷങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത് മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു, ഇത് അനൗദ്യോഗികമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് സ്ഥിരീകരണമില്ല, എന്നാൽ വരും നിമിഷങ്ങളിൽ അതിന് സ്ഥിരീകരണം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു സംഭവമായി തീരുവാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ മിഡിൽ ഈസ്റ്റ് വല്ലാത്ത ഒരു കലുഷിതമായ ഒരു സമയത്തിൽ കൂടിയാണ് ഇപ്പോഴേ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇസ്രയേലിൻ്റെ യമനിലെ ഹൂതികളുടെ താവളത്തിലെ ആക്രമണത്തിൽ 4 ഹൂതി തീവ്രവാദികൾ മരിക്കുകയും 29 പേർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ടെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ആയിരിക്കും. മറ്റൊരു പ്രധാന അപ്ഡേറ്റ്സ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനുള്ളത്, അമേരിക്കയുടെ MQ-9 ഡ്രോണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള, ലോകത്ത് തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡ്രോണാണല്ലോ. അത് ഹൂതികൾ വെടിവെച്ച് അത് താഴെ ഇട്ടിരിക്കുന്നു, അല്ലെ അതിനെ തകർത്തിരിക്കുന്നു എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസ് കൂടി വരുന്നുണ്ട്. അത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 11ാമത്തെ MQ-9 ഡ്രോണാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഹൂതികൾ അത് ചില മണിക്കൂറുകൾക്ക് മുമ്പ് അത് വെടിവെച്ച് ഇട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാനുള്ളത്, 11 ഹിസ്ബുള്ള തീവ്രവാദികളെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ കൊന്നിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായ ആക്രമണത്തിൽ 11 ഹിസ്ബുള്ള തീവ്രവാദികളെ ഇസ്രയേലെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിലും കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ വരുന്നതേ ഉള്ളൂ. എന്നാൽ 11 ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഈ ചാനലിന് ആവശ്യമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ന്യൂസ് ലഭിക്കുന്ന അനുസരിച്ച് തന്നെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും സപ്പോർട്ടും ഒക്കെ ആവശ്യമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണമേ എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.